ചർച്ചയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ ടി ജി മോഹൻദാസ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി ജി മോഹൻദാസ്, പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ടു പിന്നാലെ ആയിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം ഉണ്ടായത്. പക്ഷേ അന്നത് വലിയ തോതിലൊന്നും പ്രചരിച്ചില്ല, പിന്നീട് ആണ് പ്രചരിക്കപ്പെട്ടത്. അദ്ദേഹം പറയുന്നത് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ബഹുമാനിക്കുന്ന ശ്രീരാമസ്വാമി ക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്, അതിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല, അത് രാജ്യത്തിന് ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന് ചേർന്ന് തന്നെ അല്ലെങ്കിൽ ഒരു നിശ്ചിത ദൂരത്തിനപ്പുറത്ത് മസ്ജിദ് നിർമ്മിക്കപ്പെടുന്നു. അതൊക്കെ നമ്മുടെ ബഹുസ്വര സമൂഹത്തിൻ്റെ മതേതരത്വ സമൂഹത്തിൻ്റെയൊക്കെ പ്രതിഫലനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു സാങ്കേതികത്വമുണ്ട്. അത് ടെക്നിക്കലി ഇതേ വാക്കുകൾ തന്നെ ആകണമെന്നില്ല. പക്ഷേ അതിനെതിരെ INL അതിശക്തമായ വിമർശനവുമായി രംഗത്തെത്തുന്നു. KT ജലീൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഇടത് സഹയാത്രികനായ അഡ്വക്കേറ്റ് ഷുക്കൂർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ശിഹാബ് തങ്ങൾ രാജ്യത്തോട് മാപ്പ് പറയണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ശിഹാബ് തങ്ങൾ ഒരു സെൻസിബിൾ ആയിട്ടുള്ള നിലപാടാണ് അതിലെടുത്തത്. എന്താ ഇത്ര വലിയ ബഹളം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ രാമക്ഷേത്രത്തിന്റെ വിധി 2019 വന്നതല്ലേ? ഈ പ്രസംഗവും അദ്ദേഹം കുറെ നാൾ മുമ്പ് ചെയ്തതല്ലേ? അപ്പോ ഈ ഒരിക്കൽ വിധി വന്നു കഴിഞ്ഞു, പിന്നെ അത് ചൊറിഞ്ഞ് പഴിപ്പിക്കുന്നത് മര്യാദയല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടിൽ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്ന സമുദായം ഉണ്ടല്ലോ, അത് പറഞ്ഞതിനാണല്ലോ ഇദ്ദേഹത്തെ എല്ലാവരും കൂടെ തല്ലാൻ പോകുന്നത്. ഇവിടെ നിർഭാഗ്യവാന്മാരായ ഭൂരിപക്ഷ സമുദായം ജീവനോടെ ഉണ്ട്. അവരുടെ ഒരു ആഗ്രഹമായിരുന്നു രാമക്ഷേത്രം. അത് നടന്നോട്ടെ, തൊട്ടടുത്ത് വലിയ പള്ളി വരുന്നുണ്ടല്ലോ, ഇതൊക്കെയല്ലേ മതേതരത്വം എന്ന് അങ്ങേര് പറഞ്ഞുപോയി. അതൊരു സെൻസിബിൾ ആയിട്ടുള്ള സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അതിന്റെ സ്പിരിറ്റ് മനസ്സിലാവും. പിന്നെ അത് എഴുതി പരിശോധിച്ചപ്പോൾ മുസ്ലിം ലീഗിനെ ഡിഫെൻസീവിലാക്കാൻ INL-നും KT ജലീലിനും ഒക്കെ താല്പര്യം ഉണ്ടാവും. അവരാ രാഷ്ട്രീയ താല്പര്യം വെച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നതേ ഉള്ളൂ. അതല്ലാതെ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, അവർക്ക് എന്തെങ്കിലും കൊടുക്കപ്പോ അവര് ഭൂരിപക്ഷ സമുദായമായി പോയി എന്നുള്ളതാണല്ലോ കുറ്റം. ഇവർക്ക് വേണ്ടത് എന്താ? ന്യൂനപക്ഷങ്ങൾക്ക് ഒരു വീറ്റോ വേണം. ഞങ്ങള് വീറ്റോ പ്രയോഗിക്കും. ആരുടെ എന്ത് അവകാശമാണെങ്കിലും എന്ത് കുന്തമാണെങ്കിലും ഞങ്ങളുടെ വീറ്റോ കഴിഞ്ഞ് അവശേഷിക്കുന്നത് മാത്രം ബാക്കിയുള്ളവർക്ക് എടുക്കാം, അല്ലെങ്കിൽ എല്ലാം ഞങ്ങളുടേതാണ്. ഇതിന് താളം പിടിക്കാൻ പണ്ട് മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു. ആ വികസനത്തിന്റെ ഫസ്റ്റ് ബെനിഫിഷ്യറി ന്യൂനപക്ഷമായിരിക്കണം, ഭൂരിപക്ഷം പോയി കൊടുത്തേക്കട എന്ന് ബ്രാക്കറ്റ്. അപ്പൊ ഈ ഭൂരിപക്ഷത്തോടുള്ള ഈ കാരണം കൂടാതെയുള്ള വെറുപ്പ് അവരുടെ സർവനാശത്തിലേക്ക് കലാശിക്കുള്ളൂ. ഭൂരിപക്ഷം മുസ്ലിങ്ങളും അവരുടെ കൂടെ ഉണ്ടാവില്ല, ഭൂരിപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന ഹിന്ദുക്കളും അവരുടെ കൂടെ ഉണ്ടാവില്ല. വെറുതെ ഒറ്റപ്പെട്ടു പോകും ഇതുപോലത്തെ ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ. എനിക്കതേ പറയാനുള്ളൂ. ശ്രീ ടി ജി മോഹൻദാസ്, ഇവിടെ ഈ INL തന്നെ വ്യക്തമാക്കുന്നു, ഇത് ഈ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് നേരത്തെ തന്നെ തങ്ങൾ കുടുംബത്തിലേക്ക് എത്തിയതാണ്, ഇനിയും അത്തരത്തിൽ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകും എന്ന് ഒരു പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഭയക്കുന്നുണ്ടാകാം. അതുകൊണ്ട് RSSും BJPയും ഒക്കെ ആയി ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായാണ് ഇത്തരം ഒരു പരാമർശം എന്നാണ് INL പറയുന്നത്. ഞാൻ BJP മുസ്ലിം ലീഗ് സഖ്യം വേണമെന്ന് പരസ്യമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. എന്റെ കയ്യിൽ ഒരു കേന്ദ്ര ഏജൻസി ഒരു തേങ്ങയുമില്ല, മനസ്സിലായോ? ഈ കേന്ദ്ര ഏജൻസി എന്ന് പറഞ്ഞാൽ INL-നും പേടിയുണ്ട്, അത് നാളെ ഇത് കൊണ്ട് നമ്മുടെ നേർക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴേ ഒരു ജാമ്യം എടുത്ത് വെച്ചേക്കാം, രാഷ്ട്രീയ പ്രേരിതം. ഇതെല്ലാവരും പറയുന്നതാണ്. ഏത് കേസ് വന്നു കഴിഞ്ഞാലും രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെ പറയും. ഇതൊക്കെ പഴകി തെഞ്ഞുപോയ രാഷ്ട്രീയ ആയുധങ്ങളാണ്. പുതിയ വല്ല നമ്പറും ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ INL-നോട്. ആകെ 4-3-7 പേരല്ലേ ഉള്ളൂ, ഒരു ടെമ്പോയിൽ കൊള്ളുന്ന ആളല്ലേ ഉള്ളൂ. പിണറായി വിജയൻ പിന്നെ ഡെസ്പറേറ്റ്ലി ഈ മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കാനായിട്ടാണ് INL-ന് മിനിസ്ട്രി ഒക്കെ കൊടുത്തത്. ഇതൊക്കെ ആർക്കാ അറിഞ്ഞുകൂടാത്തത്? പുതിയ നമ്പർ ഇറക്കാൻ പറ, പഴയതൊക്കെ പോട്ടെ. അല്ല, അങ്ങനെ നമുക്ക് പൂർണ്ണമായും പറഞ്ഞ് തള്ളാൻ സാധിക്കുമോ? ഇതിപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ടു പിന്നാലെ നടത്തിയ ഒരു പരാമർശമായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളുടേത്. പക്ഷെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഗ്യാൻവാബിയിലെ അറയിൽ പൂജ നടത്താൻ കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുമതി ഉണ്ടാകുന്നു, ഉടൻ തന്നെ പൂജ ആരംഭിക്കുന്നു. മധുരയിലും അല്ലെങ്കിൽ താജ്മഹലിലും അടക്കമൊക്കെ അവകാശവാദം ഉന്നയിക്കുകയാണ് ഈ സംഘപരിവാർ. ഉന്നയിക്കുമല്ലോ, അതുകൊണ്ട് ആർക്കും ഏത് അവകാശവും അത് ഉന്നയിക്കാം. സെക്രട്ടേറിയറ്റ് എന്റെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ മുനിസിപ്പൽ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടീസ് വരും. അല്ല, അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അത് വലിയ ആശങ്കയല്ലേ സൃഷ്ടിക്കുന്നത്? എന്ത് ആശങ്ക? ഈ വസ്തു വല്ലതിന്റെയാണ് നമ്മൾ കൈകറി വെച്ചിരിക്കുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കണ്ടേ? അതിൽ ആശങ്കപ്പെടാൻ എന്താ? അങ്ങനെയല്ലല്ലോ. നമുക്ക് ഈ രാജ്യത്ത് തന്നെ പാസ്സാക്കപ്പെട്ട
ആരാധന ബിൽ ഉണ്ടല്ലോ. അത് പ്രകാരം 947 ശേഷമുള്ള അവസ്ഥ തുടരണം. അത് ബാധകമല്ലാത്തത് ബാബറി മസ്ജിദിന് മാത്രമായിരുന്നല്ലോ. ഇല്ല, അതിനകത്തെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കെട്ടിടത്തിന്റെ ക്യാരക്ടർ നിലനിർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ഏൻഷ്യൻ മോണുമെന്റ് ആക്ടിന്റെ നിർവചനത്തിൽ പെടും എന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ആക്ടിന്റെ സെക്ഷൻ 4 സബ്സെക്ഷൻ 1, 2, 3 ഒക്കെ വായിച്ചു നോക്കിയാൽ അത് വ്യക്തമാകും. ഒരു കെട്ടിടത്തിന്റെ ക്യാരക്ടർ എന്താ? അത് ക്ഷേത്രമാണ്. അത് 150 വർഷം അല്ലെ 500 വർഷം കള്ളം കയറി താമസിച്ചു വിചാരിച്ചിട്ട് ക്ഷേത്രം അല്ലാതാകുക? ഇത് കൊള്ളാമല്ലോ. അല്ല, അപ്പോൾ പിന്നെ ഈ INL പറയുന്നിടത്ത് ചില ന്യായങ്ങളില്ലേ? ഇത്തരം വാദഗതികൾക്ക് ഊർജം പകരുന്ന ഒന്നായി മാറുകയല്ലേ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന എന്നുള്ളതാണ്. എങ്ങനെ ഊർജം പകരുന്നു? ഇനി ഊർജം പകർന്നാൽ തന്നെ എന്താ അതിൽ തെറ്റ്? ഈ യഥാർത്ഥ അവകാശിക്ക് ഒരു പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് തങ്ങൾ പറഞ്ഞതെങ്കിൽ അതിലെന്താ തെറ്റെന്താ? അത് സ്ഥലം കയ്യേറിയിട്ട് 47 മുതൽ അങ്ങോട്ട് എന്താ ഉൾക്കൊള്ളാൻ? ഞാൻ പറയട്ടെ, എന്റെ അപ്പൂപ്പന്റെ കയ്യിലിരിക്കുന്ന സ്ഥലം ഒരു തെമ്മാടി തട്ടിപ്പറിച്ചു. എന്നിട്ട് അയാൾക്ക് ഭരണ സ്വാധീനമുണ്ട്. അയാൾ ഒരു ആക്ട് അങ്ങ് പാസ്സാക്കി. അയാൾ കയ്യേറിയ ദിവസം മുതൽ അയാളുടെ ആണെന്ന് പറഞ്ഞു. ഇത് എന്തൊരു ന്യായം? അല്ല, അങ്ങനെ ചരിത്രം മുഴുവനൊക്കെ പരിശോധിച്ച് പോകാൻ പറ്റുമോ? ഇപ്പോൾ വേറെ ചില പരാമർശങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഖനനം നടത്തിയാൽ ബുദ്ധ വിഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചേക്കാം എന്നൊക്കെ തരത്തിലുള്ള പരാമർശം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. നടത്ത് ASIയെ വിളിച്ചിട്ട് ശബരിമലയുടെ പരിസരം അവിടെയാണ് ഈ ഭരണവും അധികാരവും പ്രധാനപ്പെട്ടതാവുന്നത്. അതുള്ളത് കൊണ്ടല്ലേ താങ്കൾക്ക് വെല്ലുവിളിക്കാൻ സാധിക്കുന്നത്? ഞാൻ കോടതിയിലല്ലേ വെല്ലുവിളിച്ചിരിക്കുന്നത്? ഇതെന്താ നരേന്ദ്രമോദി പോയിട്ടാണോ ജ്ഞാനം അഭി തുറന്നു കൊടുത്തത്? കോടതി ഉത്തരവനുസരിച്ചല്ലേ. എത്ര കാലമായി അവർ കേസുമായിട്ട് നടക്കുന്നു? നിങ്ങളെല്ലാം അവഗണിച്ച ആ വിഷ്ണു ശങ്കർ ജെയിൻ എന്ന് പറഞ്ഞൊരു ചെറിയ വക്കീല്, മുനിസിപ്പൽ കോടതിയിലെ വക്കീലാ. ആ വക്കീലാണ് ഇപ്പൊ ഭൂമി വിലുക്കം ഉണ്ടാക്കുന്നത്. ഒരു നരേന്ദ്രമോദിയല്ല, ഒരു കപിൽ സിബലും അല്ല. അപ്പോൾ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്താണ് ഈ INL ഒക്കെ ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? സംശുദ്ധമായി മുസ്ലിം വർഗീയത വേറെ ഒന്നുമല്ല. ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളാണ് മുസ്ലിങ്ങളുടെ സംരക്ഷകരെന്ന് വരുത്തുക, മുസ്ലിം ലീഗ് കഴിവില്ലാത്തവരാണെന്ന് വരുത്തുക. ഇതൊക്കെ ആർക്കാ മനസ്സിലാവാത്ത ഈ കളിയൊക്കെ? അതാ ഞാൻ പറഞ്ഞു, ഈ പഴയ നമ്പറൊക്കെ മാറ്റിയിട്ട് പുതിയ നമ്പർ വല്ലതും ഉണ്ട്. ഈ KT ജലീൽ പറഞ്ഞുവെങ്കിലും മറ്റ് CPI നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു പ്രതികരണമോ ഒന്നും വന്നിട്ടില്ല. താങ്കൾക്ക് എന്താണ്, പാർട്ടിയൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ജലീലിന്റെ നിലപാട്? KT ജലീലിന്റെ നിലപാട് സ്വീകരിക്കും. പാർട്ടി ഇപ്പൊ നേരിട്ട് അതിൽ ഇടപെടാത്തത് പാർട്ടി ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് മുസ്ലിം ലീഗ് അവരുടെ കൂടെ വരുന്നതാണ്. അതുകൊണ്ട് പാർട്ടിക്ക് പറയാനുള്ളത് ജലീലിനെ കൊണ്ട് പറയിപ്പിക്കുന്നു. അപ്പൊ വേണമെങ്കിൽ കൈയൊഴിയാം, ഇല്ലെങ്കിൽ കെട്ടിപ്പിടിക്കാം. ശ്രീ അബ്ദുൾ അസീസ്, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ TG മോഹൻദാസിന്റെ പ്രതികരണം കുറച്ച് തിരക്കിലാണ്. അപ്പൊ ഞാൻ കട്ട് ചെയ്യാണ്. ശരി.